രാവിലെയും വൈകിട്ടും ചൂട് ചായക്കൊപ്പം കഴിക്കുവാനായി നല്ല മുരിഞ്ഞ പരിപ്പുവട കിട്ടിയാൽ എങ്ങനെയുണ്ടാകും? അതും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. അതെ, ഇന്നത്തെ നമ്മുടെ വിഭവം പരിപ്പുവട. ഏവർക്കും തനിനാടൻ ടിപ്സിലേക്ക് സ്വാഗതം. ആദ്യമേ പരിപ്പുവടയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കടലപ്പരിപ്പ് 1.5 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. 250 ഗ്രാം പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും 2 ടീസ്പൂൺ പരിപ്പെടുത്ത് വെച്ച ശേഷം ബാക്കിയുള്ളവ ചെറുതായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കുവാൻ. ശേഷം 5 ഇതൾ കറിവേപ്പില, പകുതി കഷ്ണം സവോള, 10 ചുവന്നുള്ളി, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചിയും എടുത്ത് ചെറുതായി അരിഞ്ഞെടുക്കണം. ഒരു ടീസ്പൂൺ പെരുംജീരകം, 4 ഉണക്കമുളക്, 8 വെളുത്തുള്ളിയും എടുത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ഇവയെല്ലാം ആദ്യമേ അരച്ചു വെച്ച പരിപ്പിന്റെ കൂടെ ചേർക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉരുളകളാക്കി ഉരുട്ടി പരിപ്പ് വടയുടെ ഷേപ്പിൽ ചെറുതായി പരത്തിയെടുക്കാം. എണ്ണ ചൂടായ ശേഷം തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഓരോന്നായി ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റോളം തിളച്ച ശേഷം മറിച്ചിടാവുന്നതാണ്. രണ്ടു വശവും നന്നായി വേകുവാനായി ഓരോ മിനിറ്റ് കൂടുന്തോറും മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചുവപ്പ് നിറമാകുമ്പോൾ വാങ്ങാവുന്നതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പുവട തയ്യാറായിട്ടുണ്ട്.
എല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.